ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ന്യൂബി 123. നമ്മൾ അടുത്ത ഹൊറർ ഗെയിമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ രാത്രി ഒരു ഷവർമേൻ്റെ പീടി തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ കുറേ പ്രേതങ്ങൾ വരും. പ്രേതങ്ങൾക്ക് നമ്മൾ ഷവർമ കൊടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ള സാധാരണക്കാർക്ക് നമ്മൾ ഷവർമ കൊടുക്കലാണ് ഇന്നത്തെ വീഡിയോ. രാത്രി 12 മണിക്കാണ്. 12 മണി സമയമൊന്നും കാണുന്നില്ല. അത് രാത്രി 12 മണിൻ്റെ ലുക്കുണ്ട്. അവിടെ രാത്രി 12 മണിക്ക് നമ്മുടെ ഷവർമ പീടിയുടെ തുറക്കാൻ പോവുകയാണ്. ഇത് ഒരു ചെറിയ ഹൊറർ ഗെയിമാണ്. നമ്മൾ ഇതിലുള്ള പ്രേതങ്ങൾക്ക് കൊടുത്താൽ ബാക്കിൽ നിന്ന് ഇങ്ങനെ പിടിക്കും. ഇതൊക്കെ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോകളെല്ലാം കണ്ടിട്ടുണ്ടാകും. നമ്മൾ ഇന്നാക്കാണ് കളിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ട്യൂട്ടോറിയലാണ്. ടേൺ ഓൺ ഗ്രിൽ ഇതെങ്ങനെ ചെയ്യേണ്ടത് ഗൈസ്, ഇതൊക്കെ ചെയ്യാറില്ല കേട്ടോ. യൂട്യൂബേഴ്സൊക്കെ ഇട്ടിനൊക്കെ അറിയാം, പക്ഷേ ഇതൊന്നും ഇങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ഇതിൻ്റെ സാധനം നമുക്ക് ഒന്നും അറിയില്ല ഗൈസ്. ടേൺ ഓൺ ഗ്രില്ല് തന്നുണ്ട്. ഇനി ഇതായ ഗ്രില്ല്, പക്ഷെ ഗ്രില്ലിൻ്റെ സ്വിച്ച് കൊടുത്തു ഗൈസ്. ഗ്രില്ലിൻ്റെ സ്വിച്ച് ഗൈസ്, അതിൻ്റെ സ്വിച്ച് ഉണ്ട് ഗൈസ്, ഓണാക്കിയിട്ടുണ്ട്. ടേക്ക് അമർത്തി പിടിക്കണം ഗൈസ്. നമ്മുടെ ഷവർമ കൊത്തി എടുക്കുകയാണ്. കൊത്തി എടുക്കുന്നത് എന്തിൻ്റെ ഇറച്ചിയാണ്? പോത്തിൻ്റെ അല്ലെങ്കിൽ കോഴിൻ്റെ? അങ്ങനെ നമ്മുടെ ട്യൂട്ടോറിയൽ കഴിയാനായി തോന്നുന്നു ഗൈസ്. കിയോസ്ക് എന്താ സാധനം അറിയില്ല. ഓപ്പൺ കിയോസ്ക് എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ ഒന്നും ഓപ്പൺ ചെയ്യാനൊന്നുമില്ല. എന്താണെന്ന് ചെയ്യേണ്ടത് അറിയില്ല. ഓപ്പൺ എന്ന് പറയുന്നുണ്ട് ഗൈസ്. ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് ഒന്നും കാണുന്നില്ലല്ലോ ഗൈസ്. എന്തെങ്കിലും ഓപ്പൺ ചെയ്യണേ ചായൻ്റെ മെഷീനെ ഓപ്പൺ ചെയ്യണ്ടേ? കോഫീൻ്റെ ഓപ്പൺ ചെയ്യണ്ടേ ഗൈസ്? അല്ലേ, ഇവിടെ ഒരു ഓപ്പൺ കാണുന്നുണ്ട്. അത് തുറന്നിട്ട് പിന്നെ ഓപ്പൺ കിയോസ്ക് എന്ന് പറയുന്നു. ഓപ്പൺ ദ കിയോസ്. നമ്മൾ എന്തെങ്കിലും വിളിച്ചോളൂ. ഇത് ഏതോ ഭാഷയത്ത് തന്നു, നമുക്കറിയില്ല. അപ്പോൾ ഇത് ഏതോ ഭാഷയിൽ എന്തോ വിളിക്കുന്ന പേരാണ്. ഷവർമ ഷോപ്പ് അങ്ങനെ ഓപ്പൺ ചെയ്തപ്പോഴാണ് ഈ കിയോസ്ക് എന്ന് വെച്ചാൽ ഷവർമ പീടി തുറക്കാനെന്നൊക്കെ ഇപ്പം തിരിഞ്ഞ ഗൈസ്. എന്തെല്ലാം പറയുന്നുണ്ട്, നമ്മൾ വ്യത്യസ്തമാർക്കും ഈ ഷവർമ കൊടുക്കാൻ പറ്റൂല. അങ്ങനെയായിട്ട് അതിൽ ചിത്രത്തിൽ കണ്ടപ്പോൾ മനസ്സിലായതാണ്. നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് വായിക്കുക. പിന്നെ എന്താ ആരും വരാത്തത്? ട്യൂട്ടോറിയൽ കഴിഞ്ഞു ഗൈസ്. നമ്മളതിന് ആദായ വിൽപ്പന തുടങ്ങാൻ പോക്കാം. ഷവർമേൻ്റെ ആദായ വിൽപ്പന. ഷവർമ ഇവിടെ വെറും 50 റുപ്യായി. ഷവർമക്ക് ഇവിടെ 50 റുപ്യ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും സ്വാഗതം. 50 റുപ്യ ഗൈസ്. എന്താണ് ഷവർമക്ക് ഇത്രയും കൊതിയന്മാരുണ്ട് നമ്മ അറിയില്ലേനു. വീട്ടിൽ നിന്ന് ഈ വിൽപ്പന കേട്ടിട്ട് അപ്പോൾ കക്കൂസ് എണീച്ചിട്ട് വന്നേന്ന് തോന്നുന്നു, പാൻറ് ഇടാണ്ട്. എന്തെല്ലാം കാണുന്നു ഇപ്പം കാലത്തിൻ്റെ ഒരു പോക്കേ. എന്തെല്ലാം കാണുന്നു. അങ്ങ് ഷഡ്ഡി ഇട്ടിട്ട് അങ്ങ് വന്നിനി, പാൻറ് ഇടാണ്ട് കുപ്പായം മാത്രം ഇട്ടിട്ട് വന്നിനി ഗൈസ്. ഇവനെ ലുങ്കിയാന്നൊന്നും എടുത്തേ. ലുങ്കി അവിടെ കഴിഞ്ഞ് വീണിട്ടുണ്ടാവും. വന്നപ്പോൾ കക്കൂസ് എണീച്ച് ലുങ്കി എങ്ങനെയും എടുത്തിട്ട് ഓടി വന്നതാണ്. പേടിങ്ങി കുടുങ്ങിയിട്ട് വീണിട്ടുണ്ടാവും. ലുങ്കി അവിടെ പോയിട്ടുണ്ടോ, അതാ സംഭവം. അപ്പം അങ്ങനെ കാക്കത്ത് കിട്ടാൻ പരക്കിയിട്ടുണ്ട്. ഇത് മയണൈസ് ആവുമല്ലോ. അങ്ങനെ എന്തെല്ലാം പേര് കാണുന്നുണ്ട്. ടേക്ക് ഇതാക്കുക. ലവാശി മീറ്റ് ഇറച്ചിക്കണ്ടോ. റോൾ ഗൈസ്. ഇവനക്ക് അങ്ങനെ നമ്മൾ ആദ്യത്തെ വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഷവർമ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് വിത്ത് ലവാശ എന്ത് തേങ്ങ? ഇവൻ വെറും ആവി ഇടലാണ്. പിന്നെ ഉറങ്ങിയാൽ പോരെ, ഇങ്ങനെ വരണ ഷവർമ മുന്നാനി കാലത്ത് നിന്നാൽ പോരെ. ഈ ലവാശ എന്ത് തേങ്ങയാണെന്നമ്മ നോക്കണില്ല. ജ്യൂസിൻ്റെ പേരാണിറ്റായ. ഇവിടെ പെപ്സിക്കല്ല വേറെ പേരാ ഗൈസ്. വേറെന്തോ പേരാ പെപ്സിക്കല്ലോ. ഇത് ബീലെല്ലാം തുടങ്ങുന്നു. ബ്രീപ്സിയ
ബ്രീപ്സി എന്നറ്റ പേര്. പെപ്സിക്ക് വരെ ഡ്യൂപ്ലിക്കേറ്റായി. പെപ്സി കമ്പനിയുടെ അടുത്ത് പറയണം, താങ്കളുടെ പേര് ഡിസൈൻ കോപ്പി അടിച്ച് പെപ്സി എന്ന് മാറ്റിയിട്ട് ബീപ്സിന്നാക്കി. ടേക്ക് നമുക്ക് തീരുന്നു. ഈ ഷവർമ്മക്കാന്ന് ലവാഷ് എന്ന് പറയുന്നു. ടേക്ക് സോസ്, പിന്നെ കാക്കത്തീട്ടം, പിന്നെ ലവാഷ്, ഈന് നല്ല ലവാഷ്, പിന്നെ സലാഡ്, ആഡ് മോസ്റ്റ് മീറ്റ്. ഗൈസ് അങ്ങനെ നമ്മൾ ഷവർമ്മ കൊടുക്കുകയാണ്. ഷവർമ്മൻ്റെ ഒപ്പം നമ്മൾ ഒരു ടിക്കറ്റും കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലുള്ള ടിക്കറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം എന്തായാലും തിന്നാൽ വയറിളക്കം പിടിക്കും. കാക്കത്തീട്ടം ഉള്ളതാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചോട്ട് ഫ്രീ ആയിട്ട് മരുന്നെല്ലാം കിട്ടൂലേ. ഏത് ഹോസ്പിറ്റലിലാണ് പോകേണ്ടതെന്ന് അവർ തീരുമാനിച്ചെടുത്തോട്ട്. ഇയാൾക്കെന്താ ഇനിയും പോകണ്ടേ? നെക്സ്റ്റ് ടൈം ഐ അക്സെപ്റ്റ് എ ഡിസ്കൗണ്ട്. 10 റുപ്യ തന്നിട്ട് 50 റുപ്യക്ക് നമ്മൾ വിൽക്കുന്നത്. അത് നഷ്ടക്കച്ചവടം. 100 റുപ്യ തരേണ്ട സ്ഥാനത്ത് 10 റുപ്യ തന്നിട്ട് അവൻ പോയിട്ട് പറയുന്നത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഡിസ്കൗണ്ട് ആണോ? നേരത്തെ ആകുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ടാവുന്ന അടുത്ത പ്രാവശ്യം പറയണോ? ഇതെല്ലാം പറഞ്ഞാ പോന്ന്. അടുത്തൊരു വള്ളിയും ഇട്ടിട്ട് ഇതാരപ്പോൾ വള്ളിയും ഇട്ടിട്ട് വരാൻ? ഉസ്താദ്മാരെല്ലാം ഇപ്പോൾ പാൻറ് ഇടാൻ തുടങ്ങിയ വള്ളിയും ലുങ്കിയെല്ലാം നിർത്തിയിട്ട് ഇപ്പോൾ പാൻറ് ഇടാൻ തുടങ്ങിയെന്നു. ഓനങ്ങനെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇവനക്ക് കൊടുക്കൂല. ഞാൻ ഇവനെന്തോ ഒരു പ്രേതം അയച്ചതാണ്. നോക്കുമ്പോൾ പ്രേതമല്ലാന്നൊന്നും ഗൈസ്. ചങ്ങായിക്ക് നല്ല വിശപ്പെട്ടായിരുന്നു ഗൈസ്. എന്തൊരു കറുത്ത സാധനം, എന്താണെന്നറിയില്ല. ഇതെന്ത് കറുത്ത സാധനം ഗൈസ്? ഇതെന്തോ ഒരു കറുത്ത സാധനം വന്നിട്ടുണ്ട്. എന്താണെന്നറിയില്ല. വേണമെങ്കിൽ തെറ്റിക്കുന്നവരത് പൊന്തി അതിൻ്റെ പീട് ഫുള്ളെന്ന് അറിയുമെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ അവിടെ ഡെഡായി പോകുമെന്ന് തോന്നുന്നു ഗൈസ്. ആദായന വിൽപ്പന. ആർക്കെങ്കിലും വരണമെങ്കിൽ ഇവിടെ വന്ന് ഒരു ഷവർമ്മ തന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകാം. ആദായന വിൽപ്പന. അല്ലാ അടുത്ത് പറയുമ്പോൾക്ക് കുളിക്ക് നിർത്താന്നൊന്നും വന്നിനി. പോയി കുളിച്ചിട്ട് പാടേ. നിൽക്കൊന്നും ഷവർമ്മ നിൽക്കിടില്ല. പോട് കണ്ട ഗൈസ്, എത്ര അഴുക്ക് കച്ചറ. രണ്ടൊന്നാണ്. പക്ഷെ ഞാൻ പറയും പോയി കുളിച്ചിട്ട് പാടേ. നാറിപ്പൊട്ടുന്ന്. ഞാൻ പൂട്ടി നിൽക്കൊന്നും തരൂല. അയ്യോ പൊന്തി വന്നാലും ശരിക്കൊന്നും തരൂല. എനിക്കൊന്നും ഭയങ്കര നാറ്റം. ഹങ്കർമി അങ്ങനൊന്നും പറഞ്ഞിട്ട് തുറക്കൂല. പോട് ഒന്നാമത് രാത്രി 12 മണിയാണ്. കുളിക്കാണ്ട് വന്നിട്ട് നാട്ടിച്ച് ഞാനൊരു ബോധം കെട്ട് വീണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ആരാ ഷവർമ്മ കൊടുത്തെടുക്കുക? ഞാൻ വേണ്ടേ ഷവർമ്മ കൊടുക്കാനേ? ഷവർമ്മ ഗൈസ് എന്താ സംഭവിച്ചേ? കറണ്ട് പോയി. ഈ രാത്രിയിൽ കറണ്ട് പോകുന്ന പറയുമ്പോൾ ഭയങ്കരമാണെന്നില്ല ഗൈസ്. ഇങ്ങോട്ട് പോകുന്ന കണ്ട് നമ്മളെ ഇത് ഓഫാക്കിയിട്ടാണ് പോയെ. കറണ്ടിൻ്റെ മറ്റേ ഫ്യൂസ് എടുത്തോണ്ട് പോയി. അവിടെ ഒരു ഷവർമ്മ തന്നിട്ടില്ല എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഫ്യൂസെല്ലാം എടുത്തോണ്ട് പോക്ക. എനിക്കെല്ലാം ഒരു ഷവർമ്മ ഇവിടെ 50 റുപ്യക്ക് വിൽക്കുന്നില്ലേ? ആ ഓനോട് തന്നെ ഇങ്ങനെ കറണ്ടെല്ലാം ഇങ്ങനെ ഫ്യൂസെല്ലാം എടുത്തോണ്ട് പോക്ക. ഒരിക്കലും മര്യാദ വേണ്ട. ഇതങ്ങനെ ശരിയാക്കലെങ്ങനെയാണ് ഗൈസ്? ഇതെന്ത് ശരിയാക്കുക? ഇതെന്തെല്ലാം പിടിച്ചെങ്കിലേ ശരിയാക്കണ്ടേ? ഗൈസ് ശരിയാക്കി. എന്തോ പിടിച്ചൊക്കെ ഈ സാധനം വന്നു. അപ്പോൾ ശരിയായി ഗൈസ്. കറണ്ട് അങ്ങനെ വന്നിട്ടുണ്ട്. ഫൈനലി കറണ്ട് വന്നിട്ടുണ്ട്. നമ്മളെ കറണ്ട് വന്ന് ഇനി ആദായന വിൽപ്പന വീണ്ടും തുടങ്ങാം. ആദായന വിൽപ്പന. പെപ്സി അല്ല, ബെപ്സി, കോഫി, ഷവർമ്മ, മീറ്റ് ഷവർമ്മ, ചിക്കൻ ഷവർമ്മ, ബീഫ് ഷവർമ്മ, എല്ലാ ഷവർമ്മ ഉണ്ട് ഇവിടെ. കോഫി. ആദായന വിൽപ്പന 50 രൂപ. ഏത് തള്ളച്ചി വന്നിട്ടുണ്ട്. തള്ളച്ചിക്ക് എന്താ വേണ്ടേ? തള്ളച്ചി നോക്കട്ടെ. തള്ളച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, തള്ളച്ചിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെ തള്ളച്ചി കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചതല്ലേ ഷവർമ്മ തരുമോ? ഞാൻ കൊടുക്കാം.
കുളിച്ചിട്ടെല്ലാം സുന്ദരിയായിട്ട് വന്നതല്ലേ. മറ്റവനെ പോലെ കുളിക്കാണ്ട് വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കൊടുക്കാം. ഒരു ജ്യൂസ്, ഒരു പെപ്സിയാ എന്തോ ചോദിച്ചിനി, അത് നമുക്ക് എടുത്തു കൊടുക്കാം. ആദ്യമായിട്ടൊന്ന് ഈ പീടിയ പെപ്സി സെല്ലാകാൻ പോകണം ഗൈസ്. കുബൂസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒപ്പം പറയുന്ന പോലെ കാക്കത്തീട്ടം, സലാഡ്, ലവാശ്, മീറ്റ് എല്ലാം നമുക്ക് ഇട്ട് മിക്സാക്കിയിട്ട് റോളാക്കി കൊടുക്കും. അതിൻ്റെ ഒപ്പം ഒരു ഹോസ്പിറ്റലിൽ ടിക്കറ്റും കൊടുക്കും, മരുന്നെല്ലാം ഫ്രീ ആയിട്ട് ഇട്ടാൻ, വയറിളക്കം പിടിക്കുന്നുണ്ട് ഗൈസ്. പൊണ്ണങ്ങ നല്ലതാന്ന് പറഞ്ഞിട്ട് പോയി ഗൈസ്. നമ്മുടെ ഷവർമ്മ ഇത്രയും ഫേമസ് ആയി ഗൈസ്. നമ്മൾ തെറ്റിച്ചിട്ടാന്ന് തോന്നുന്നു കൊടുത്തിന്. പൊണ്ണിന് കൊടുക്കാൻ പറ്റൂല എന്ന് തോന്നുന്നു ഗൈസ്. അതിൻ്റെ ഉള്ളിൽ പൊന്തി ഒരു കയ്യും വന്ന്, ആ തല മാത്രം ഉണ്ടായിട്ട് കയ്യും വന്ന് ഗൈസ്. നമ്മൾ ഇയാൾ വന്ന് പിടിക്കുന്നു ഗൈസ്. അടുത്തത് ആരാ വരുന്ന? അപ്പുറത്തിലോട്ട ഇവിടത്തേക്ക് വരാനാ. ആദായന വിൽപ്പന, ആദായന വിൽപ്പന. ആരും വരുന്നില്ല ഗൈസ്. നമ്മളിങ്ങനെ CCTVയും ക്യാമറയും നോക്കിയിട്ട് അങ്ങാണ്ട് നിൽക്കും ഗൈസ്. ഇവനിക്ക് കൊടുക്കാൻ പറ്റുമോ? ഞാൻ ഭയങ്കര ഫോൺ എഡിഷനാന്ന് തോന്നുന്നു ഗൈസ്. ഫോൺ എഡിഷൻ. ഷവർമ്മ തിന്നാൻ വരുമ്പോൾ വരെ ഫോൺ കഴിയുമ്പോൾ പിടിച്ച് തോണ്ടിയാ വരും ഗൈസ്. ഇവനിക്ക് നമ്മൾ ഷവർമ്മ കൊടുക്കണം. ഇവനെ കണ്ടിട്ട് എന്തോ ഒരു കള്ളലക്ഷണം പോലെ. കൊടുത്താൽ പണി കിട്ടും. എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഗൈസ്. എനിക്ക് കൊടുത്താൽ പണി കിട്ടുമെന്ന് തോന്നുന്നു. ക്ലോസ് ചെയ്യണോ? ക്ലോസ് ചെയ്ത് രണ്ടും കൽപ്പിച്ചിട്ട്. ഇത് ശരിയാണോ തെറ്റാണോ? ഒരിക്കും കൂടി തെറ്റിച്ചാൽ ഗൈസ് ഇവൻ പൊന്തി. നമ്മൾ തെറ്റിച്ചിട്ടാ ചെയ്ത്. ഓനിക്ക് ഷവർമ്മ കൊടുക്കാനേ ഉണ്ടായിട്ടുള്ളൂ ഗൈസ്. നമ്മളെ വന്ന് പിടിക്കുക ഗൈസ്. പിടിക്കുക ഉറപ്പാണ് ഗൈസ്. 2:50 അല്ല സോറി 1:08 4:08 സമയം ശരിക്കും കാണിച്ചില്ല ഗൈസ്. 2 ഷവർമ്മ ആൻഡ് സോഡ ഗൈസ്. ഇവക്ക് എന്താന്ന് 2 രൂപ ഉണ്ടാ. ഒന്ന് മുന്നോട്ട് നോക്കിയിട്ട് ഒന്ന് ബാക്കോട്ട് നോക്കിയിട്ട് ഗൈസ്. ഇവക്ക് കൊടുക്കാൻ പറ്റൂല, ഇവക്ക് കൊടുക്കാൻ പറ്റൂല ഗൈസ്. ഇവിടെ പ്രേതമാണ്. പ്രേതത്തിന് നമ്മൾ കൊടുക്കാറില്ല, മനുഷ്യന്മാർക്കേ കൊടുക്കാറുള്ളൂ. റോങ് വിത്ത് യു. അങ്ങനെ പറ്റും കാര്യമില്ല തള്ളച്ചി പോടി. നേരത്തെ ഒരു തള്ളച്ചി കൊടുത്ത ക്ഷീണം കഴിഞ്ഞിട്ടില്ല ഗൈസ്. തള്ളച്ചി പോയിട്ടില്ല. ഇപ്പോൾ ഓടോ. അനക്ക് ബാക്കിയുള്ളൊക്കെ ഷവർമ്മ കൊടുക്കണ്ടേ? പോ പൊണ്ടെങ്കിൽ പോകുന്ന മട്ടില്ലെന്ന് തോന്നുന്നു. തുറന്നൊക്കെ കണ്ടിനിപ്പം അടുത്ത കസ്റ്റമർ വന്നു. ഹലോ അഗൈൻ, 1 ഷവർമ്മ പ്ലീസ്. പ്ലീസ് ഒന്നും പറയണ്ട. ഷവർമ്മ പീടിയ പിന്നെ ഷവർമ്മ അല്ലാണ്ട് പിന്നെ ചങ്ങാതി തലിൻ്റെ വേക്കിൽ എന്താണ് ഇതൊരു സംശയം? എന്തോ ചങ്ങാതിൻ്റെ ബാക്കിൽ എന്തോ ഉണ്ട്. എന്തോ പൊടി എനിക്ക് ഷവർമ്മയില് ചങ്ങായി പൊന്തല്ലേ ഓൾ റൈറ്റ്, ഐ റിമൈൻഡ് ഫോർ യു ഗൈസ്. ഷിഫ്റ്റ് കഴിഞ്ഞിട്ടില്ലേ? ആദായന വിൽപ്പന പീടിയ പൂട്ടി ഗൈസ്. ആദായന വിൽപ്പന തുറക്കുമ്പോൾ തന്നെ ഗൈസ്. എൻ്റെ കഴുത്ത് എന്തായേ? കഴുത്ത് ഉളുക്കിപ്പോയാ? ഡോക്ടർക്ക് കാണിച്ചില്ല മോനെ? ഡോക്ടർ ഹോസ്പിറ്റലിന് ടിക്കറ്റ് വേണോ? ഹോസ്പിറ്റലിൻ്റെ പേര് KK മെമ്മോറിയൽ. ഷോർട്ടാക്കിയിട്ട് പറയും KK മൊള്ളോമറിയൽ എന്നും പറയും. കാക്കത്തീട്ടം എടുക്കുക വെക്കുക. പിന്നെ ലവാശ് വെക്കുക, മീറ്റ് വെക്കുക, സലാഡ് വെക്കുക. എല്ലാം കൂട്ടിക്ക് വെച്ചിട്ട് റോളാക്കി കൊടുക്കുക. എനിക്ക് കൊടുത്ത എന്തെങ്കിലും പണി കിട്ടുമോയെന്ന് അറിയില്ല ഗൈസ്. എൻ്റെ കണ്ടിട്ട് എന്തൊരു സംശയമുണ്ട്. ഇവിടെ നമ്മൾ എല്ലാവരും സംശയിക്കണം ഗൈസ്.
ഇയാളെ തന്നെ നോക്കട്ടെ. ഇയാൾ പൊന്തിനെങ്കിൽ നമ്മൾ ചെയ്ത് തെറ്റാണ്, ശരിയാണെങ്കിൽ ഇയാൾ പൊന്തൂല. ഗൈസ് പോയി, പൊന്തിയ അയാൾ പോയി. ഗൈസ് ശരിയാന്ന് തോന്നുന്നേ. പിന്നെന്തൊരു കുഴപ്പമില്ല. സമയം എത്രയും എൻ്റെ ഗൈസ് ഇത് ചുവപ്പ് കളറായി. ഗൈസ് എന്തൊരു കാർന്ന് വന്നിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യണോ? നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളെന്തോ ചോന്ന സാധനമായി ഫുള്ള്. ഗൈസ് കംപ്ലീറ്റ് ആയാ പെൻഷൻ കംപ്ലീറ്റ്. നമ്മളൊരു പോലീസുകാരൻ വിടുന്നുണ്ട്. ഗൈസ് ഈ ഗെയിം അവസാനിച്ചു തോന്നുന്നു ഗൈസ്. നമുക്ക് എന്തെങ്കിലും ബേർഡ്സ് അവാർഡെല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.